വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. കഴിഞ്ഞ ദിവസം നമ്മൾ കറണ്ട് അഫയറിന്റെ 25 ക്വസ്റ്റ്യൻ ടെസ്റ്റ് പേപ്പർ മോഡലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് നോക്കുന്നത്. 26ാമത്തെ ചോദ്യം, 2024 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനാകാത്ത വ്യക്തി ആര്? 2024 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനാകാത്ത വ്യക്തി ആര്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ LK അദ്വാനി, ഓപ്ഷൻ ബി PV നരസിംഹറാവു, ഓപ്ഷൻ സി ചരൺ സിംഗ്, ഓപ്ഷൻ ഡി ചന്ദ്രശേഖർ. ഇതിൽ 2024 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനാകാത്ത വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ഡി ചന്ദ്രശേഖർ. ബാക്കി 3 പേരും 2024 ഭാരതരത്ന പുരസ്കാര ജേതാക്കളാണ്. അപ്പോൾ 2024 5 പേർക്കാണ് ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത്. 5 വ്യക്തികൾക്കാണ് 2024 ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് LK അദ്വാനി. LK അദ്വാനി എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രിയാണ് LK അദ്വാനി. അദ്ദേഹത്തിനാണ് 50ാമത് എന്ത് കിട്ടുന്നത്? ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്നത്. 50ാമത് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് LK അദ്വാനി എന്ന് പറയുന്നത്. ഇനി മറ്റു വ്യക്തികളാണ് PV നരസിംഹറാവു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. അതേപോലെ തന്നെ ചരൺ സിംഗ്, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ ചരൺ സിംഗിനും 2024 ഭാരതരത്ന പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇനിയുള്ള മറ്റു 2 പേരാണ്. ഒന്ന് കർപ്പൂരി ഠാക്കൂർ. കർപ്പൂരി ഠാക്കൂർ ബീഹാറിലെ മുഖ്യമന്ത്രിയാണ്. ആരെന്ന് പറയുന്നത്? മുൻ മുഖ്യമന്ത്രിയായിരുന്നു കർപ്പൂരി ഠാക്കൂർ. ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായ കർപ്പൂരി ഠാക്കൂറിനും 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. അതുകൂടാതെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥനും 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 2024 5 പേർക്കാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഒന്നുകൂടി പറയാം. LK അദ്വാനി, PV നരസിംഹറാവു, ചരൺ സിംഗ്, കർപ്പൂരി ഠാക്കൂർ, MS സ്വാമിനാഥൻ. അടുത്ത 27ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ 2024 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയതാര്? താഴെ പറയുന്നവരിൽ 2024 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ പത്മ സുബ്രഹ്മണ്യം, ഓപ്ഷൻ ബി ഉഷ ഉദുപ്പ്, ഓപ്ഷൻ സി SM കൃഷ്ണ, ഓപ്ഷൻ ഡി മുലായം സിംഗ് യാദവ്. ഉത്തരം ഓപ്ഷൻ എ പത്മ സുബ്രഹ്മണ്യം. 2024 പത്മവിഭൂഷൺ പുരസ്കാരം തന്നിട്ടുള്ളതിൽ നേടിയ വ്യക്തി എന്ന് പറയുന്നത് പത്മ സുബ്രഹ്മണ്യമാണ്. പത്മ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള കലാകാരിയാണ്. ആരെന്ന് പറയുന്നത്? പത്മ സുബ്രഹ്മണ്യം. 2024 പത്മവിഭൂഷൺ ലഭിച്ചതും 5 പേർക്കാണ്. അതിലൊരു വ്യക്തിയാണ് പത്മ സുബ്രഹ്മണ്യം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അവർക്ക് പത്മവിഭൂഷൺ ലഭിച്ച മേഖല എന്ന് പറയുന്നത് കലയാണ്. തമിഴ്നാട് സ്വദേശിനിയാണെന്ന് പറഞ്ഞു. ഇനി പത്മവിഭൂഷൺ ലഭിച്ച മറ്റ് 4 പേരാണ് പറയുന്നത്. അതിലൊന്നാമത്തെ വ്യക്തിയാണ് ബിന്ദേശ്വർ പതക്. ബിന്ദേശ്വർ പതക്. ബിന്ദേശ്വർ പതക് ബീഹാറിലെ സാമൂഹിക പ്രവർത്തകനാണ് ബിന്ദേശ്വർ പതക് എന്ന് പറയുന്നത്. മറ്റൊരു വ്യക്തി നമുക്കറിയാം. ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതിയായിരുന്ന വെങ്കയ്യ നായിഡു. വെങ്കയ്യ നായിഡു. വെങ്കയ്യ നായിഡു പബ്ലിക് അഫയേഴ്സിനാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത്. ഇനി മറ്റൊരു വ്യക്തിയാണ് ചിരഞ്ജീവി. ചിരഞ്ജീവി. ചിരഞ്ജീവി ആന്ധ്ര സ്വദേശിയാണ്. കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ചിരഞ്ജീവി. അപ്പൊ ബിന്ദേശ്വർ പതക്, വെങ്കയ്യ നായിഡു, ചിരഞ്ജീവി. അടുത്ത വ്യക്തിയാണ് വൈജയന്തിമാല. വൈജയന്തിമാല. വൈജയന്തിമാല തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ്. കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? വൈജയന്തിമാല. അപ്പൊ അങ്ങനെ 5 പേർക്കാണ് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത്. ആർക്കൊക്കെയാണ്? ഒന്നുകൂടി നോക്കാം. ഒന്ന് ബിന്ദേശ്വർ പതക്, ബീഹാറിലെ സാമൂഹിക പ്രവർത്തകനാണ് ബിന്ദേശ്വർ പതക് എന്ന് പറയുന്നത്. മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതിയായിരുന്ന വെങ്കയ്യ നായിഡു. ഇനി കലയുമായി ബന്ധപ്പെട്ട 3 വ്യക്തികളാണ് പറഞ്ഞത്. അതിലൊന്ന് ചിരഞ്ജീവി, അടുത്ത പറഞ്ഞത് വൈജയന്തിമാല, മറ്റൊന്ന് പത്മ സുബ്രഹ്മണ്യം. 28ാമത്തെ ചോദ്യം, 2023 മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന മലയാറ്റൂർ പുരസ്കാരം നേടിയതാര്? 2023 മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന മലയാറ്റൂർ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രൻ, ഓപ്ഷൻ ബി VJ ജെയിംസ്, ഓപ്ഷൻ സി സാറ ജോസഫ്, ഓപ്ഷൻ ഡി അംബികാസുധൻ മാങ്ങാട്. ഇവരിൽ ആർക്കാണ് 2023 മലയാറ്റൂർ അവാർഡ് ലഭിച്ചത്? മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി VJ ജെയിംസ്. VJ ജെയിംസിനാണ് 2023 മലയാറ്റൂർ പുരസ്കാരം ലഭിക്കുന്നത്. കൃതി ചോദിച്ചാൽ ആന്റി ക്ലോക്ക് ആണ്. ആന്റി ക്ലോക്ക് എന്ന നോവലിനാണ് 2023 മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ഈ മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന മലയാറ്റൂർ അവാർഡ് 2022 ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. 2022 ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് സമുദ്രശില. 2022 മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. കൃതി ഏത് ചോദിച്ചാൽ സമുദ്രശിലയാണ്. എന്നാൽ മലയാറ്റൂർ അവാർഡ് 2 മലയാറ്റൂർ അവാർഡ് ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2023 കിട്ടിയത് വിജയ് ജെയിംസും 2022 ലഭിച്ചത് സുഭാഷ് ചന്ദ്രനുമാണ്. എന്നാൽ മലയാറ്റൂർ സ്മാരക സമിതി നൽകുന്ന മലയാറ്റൂർ അവാർഡും ഉണ്ട്. മലയാറ്റൂർ സ്മാരക സമിതി നൽകുന്ന മലയാറ്റൂർ അവാർഡ് അത് 2023 കിട്ടിയത് സാറാ ജോസഫിനാണ്. മലയാറ്റൂർ സ്മാരക സമിതി നൽകുന്ന മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് 2023 സാറാ ജോസഫിനാണ്. സാറാ ജോസഫിന്റെ എസ്തർ എന്ന് പറയുന്ന നോവലിനാണ് ലഭിച്ചത്. കൃതി ചോദിച്ചാൽ എസ്തർ. ഏത് അവാർഡാണ്? 2023 മലയാറ്റൂർ സ്മാരക സമിതി നൽകുന്ന മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് സാറാ ജോസഫിനാണ്. കൃതി ചോദിച്ചാൽ എസ്തർ ആണ്. ഇനി തൊട്ടു മുന്നത്തെ വർഷം 2022 ലഭിച്ചത് ബെന്യാമിനാണ്. 2022 ബെന്യാമിനാണ് ലഭിച്ചത്. കൃതി നിശബ്ദ സഞ്ചാരങ്ങൾ. അപ്പൊ മലയാറ്റൂർ അവാർഡ് 2 മലയാറ്റൂർ അവാർഡ് ഉണ്ട്. ഒന്ന് മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന അവാർഡും മറ്റൊന്ന് മലയാറ്റൂർ സ്മാരക സമിതി നൽകുന്ന അവാർഡ്. അടുത്ത ചോദ്യം നോക്കാം. 29ാമത്തെ ചോദ്യം. ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ് ഇസ്രയേൽ, ഓപ്ഷൻ ബി ഓപ്പറേഷൻ ഗംഗ ഉക്രൈൻ, ഓപ്ഷൻ സി ഓപ്പറേഷൻ കാവേരി സുഡാൻ, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ ദോസ്ത് അഫ്ഗാനിസ്ഥാൻ. ഇതിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്പറേഷൻ ദോസ്ത് അഫ്ഗാനിസ്ഥാൻ എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഓപ്പറേഷൻ അജയ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്രായേലിലെ സംഘർഷം മൂലം ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഗംഗ എന്ന് പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. ഇനി സുഡാനിലെ ആഭ്യന്തര സംഘർഷം മൂലം അവിടെയുള്ള ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. ഇനി തെറ്റിച്ച് തന്നിരുന്നത് ഓപ്പറേഷൻ ദോസ്ത് ആണ്. ഓപ്പറേഷൻ ദോസ്ത് എന്നാൽ ഭൂകമ്പത്തെ തുടർന്ന് സിറിയ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ദോസ്ത് സിറിയ, തുർക്കി രാജ്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഓപ്പറേഷൻ ദേവി ശക്തി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? അഫ്ഗാനിസ്ഥാൻ. താലിബാൻ ഭരണത്തെ തുടർന്നുണ്ടായ അഫ്ഗാനിലെ പ്രതിസന്ധിയെ തുടർന്ന് അവിടെയുള്ള ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ സേനയുടെ ദൗത്യമായിരുന്നു ഏതെന്ന് പറയുന്ന ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ദേവി ശക്തി അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം നോക്കാം. 30ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് ഏതാണ്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ബ്രഹ്മപുത്ര റിവർ ക്രൂയിസ്, ഓപ്ഷൻ ബി MV മഹാബാഹു, ഓപ്ഷൻ സി ഗംഗാ വിലാസ്, ഓപ്ഷൻ ഡി മണ്ടോവി റിവർ ക്രൂയിസ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് ഏത്? ഉത്തരം ഓപ്ഷൻ സി ഗംഗാ വിലാസ്. ഗംഗാ വിലാസ് ആണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് എന്ന് പറയുന്നത്, അതായത് ആഡംബര കപ്പൽ എന്ന് പറയുന്നത്. ഇത് കടന്നു പോകുന്നത് 27 നദികളിലൂടെയാണ്. 27 നദികളിലൂടെ 3200 കിലോമീറ്റർ ആണ് ഈ ഗംഗാ വിലാസ് എന്ന കപ്പൽ കടന്നു പോകുന്നത്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് ഈ കപ്പൽ സർവീസ് നടത്തുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് 2023 ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഗംഗാ വിലാസ് എന്ന ആഡംബര ക്രൂയിസ് ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം. 31ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങിലെ മുഖ്യ അതിഥിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങിലെ മുഖ്യ അതിഥിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ്. 2023 പങ്കെടുത്തത് ഇറാൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 2024 പങ്കെടുത്തത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇതിൽ റിപ്പബ്ലിക് ദിന ചടങ്ങുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം ശരി, ഓപ്ഷൻ ഡി 1ഉം 2ഉം തെറ്റ്.
ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം ശരിയാണ്. അതായത് 2024 റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ്. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. എന്നാൽ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 2023 പങ്കെടുത്തത് ഇറാൻ പ്രസിഡന്റ് അല്ല, ഈജിപ്തിലെ പ്രസിഡന്റായ അബ്ദുൽ ഫത്താഹ് അൽ സീസി ആണ്. അവിടെ തന്നിട്ടുള്ളത് രാജ്യം തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. ഈജിപ്തിലെ പ്രസിഡന്റ് ആണ് അബ്ദുൽ ഫത്താഹ് അൽ സീസി. അദ്ദേഹമായിരുന്നു 2023 റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ള ഒരു കറണ്ട് അഫയർ എന്താണ്? ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രാഹിം റൈസി എന്ത് ചെയ്തു? ഈ ഇടയ്ക്ക് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുകയുണ്ടായി. അതുകൂടി ഓർക്കുക. ഇറാന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു ആര്? എബ്രാഹിം റൈസി. എന്നാൽ ഈ ഇടയ്ക്ക് പരീക്ഷ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 1ാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്ത്യയുടെ 1ാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? ഉത്തരം ആരാണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് സുക്കാർണോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് സുക്കാർണോ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യം, മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക സംസ്ഥാന മത്സ്യമായി തിരഞ്ഞെടുത്തത്? മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക സംസ്ഥാന മത്സ്യമായി തിരഞ്ഞെടുത്തത് ഏതിനെയാണ്? ഓപ്ഷൻ എ ഗോൽ, ഓപ്ഷൻ ബി വെള്ള ആവോലി, ഓപ്ഷൻ സി കരിമീൻ, ഓപ്ഷൻ ഡി കുയിൽമീൻ. ഉത്തരം ഓപ്ഷൻ ബി വെള്ള ആവോലി. മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക മത്സ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? വെള്ള ആവോലി. എന്നാൽ ഗോൽ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ്? ഗുജറാത്ത്. ഗുജറാത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് ഗോൽ എന്ന് പറയുന്നത്. കരിമീൻ നമുക്കറിയാം, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. 33ാമത്തെ ചോദ്യം, 2023 മിസ് ഇന്ത്യ കിരീടം നേടിയതാര്? 2023 മിസ് ഇന്ത്യ കിരീടം നേടിയതാര്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ശ്രേയ പൂഞ്ച, ഓപ്ഷൻ ബി സിനി ഷെട്ടി, ഓപ്ഷൻ സി നന്ദിനി ഗുപ്ത, ഓപ്ഷൻ ഡി ഷെയ്നിസ് പലാസിയസ്. ഉത്തരം ഓപ്ഷൻ സി നന്ദിനി ഗുപ്ത. 2023 മിസ് ഇന്ത്യ കിരീടം നേടിയത് നന്ദിനി ഗുപ്തയാണ്. നന്ദിനി ഗുപ്ത ഫെമിന മിസ് ഇന്ത്യ കിരീടമാണ് 2023 അത് ലഭിച്ചത് നന്ദിനി ഗുപ്തയാണ്. എന്നാൽ 2022 മിസ് ഇന്ത്യ കിരീടം ലഭിച്ചത് സിനി ഷെട്ടിക്കാണ്. 2022 മിസ് ഇന്ത്യ കിരീടം നേടിയത് സിനി ഷെട്ടിയാണ്. ഇനി ഓപ്ഷൻ എ എന്ന് പറയുന്നത് ശ്രേയ പൂഞ്ചയാണ്. ശ്രേയ പൂഞ്ച എന്ന് പറയുന്നത് 2023 തന്നെ മിസ് ഇന്ത്യ കിരീടത്തില് അല്ലെങ്കിൽ മിസ് ഇന്ത്യ മത്സരത്തിൽ റണ്ണറപ്പായ വ്യക്തിയാണ് ശ്രേയ പൂഞ്ച എന്ന് പറയുന്നത്. 2023 മിസ് ഇന്ത്യ മത്സരത്തിൽ റണ്ണറപ്പായ വ്യക്തിയാണ് ശ്രേയ പൂഞ്ച. ഇനി ഓപ്ഷൻ ഡി ഉണ്ട് ഷെയ്നിസ് പലാസിയസ്. 2023 മിസ് യൂണിവേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? ഷെയ്നിസ് പലാസിയസ്. 2023 മിസ് യൂണിവേഴ്സ് ആണ് ഷെയ്നിസ് പലാസിയസ്. ഏത് രാജ്യക്കാരിയാണ്? നിക്കരാഗ്വ. അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യം, സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരും തന്നിട്ടുണ്ട്, അതിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഛത്തീസ്ഗഡ് വിഷ്ണുദേവ സായി, ഓപ്ഷൻ ബി ഗോവ പ്രമോദ് സാവന്ത്, ഓപ്ഷൻ സി മധ്യപ്രദേശ് മോഹൻ യാദവ്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ അശോക് ഗെഹ്ലോട്ട്. ഇതിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രാജസ്ഥാന്റെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. ഉത്തരം എന്താണ്? ഭജൻ ലാൽ ശർമ്മ. രാജസ്ഥാന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഭജൻ ലാൽ ശർമ്മ. ഭജൻ ലാൽ ശർമ്മയാണ് രാജസ്ഥാനിലെ നിലവിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ആര് തന്നെയാണ്? വിഷ്ണുദേവ സായി. ഗോവയിലെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്, മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മോഹൻ യാദവ്, രാജസ്ഥാനിലെ നിലവിലെ മുഖ്യമന്ത്രി ഭജൻ ലാൽ ശർമ്മ. തെലങ്കാനയിലെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? രേവന്ത് റെഡ്ഡി. തെലങ്കാനയിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. എന്നാൽ ഹരിയാനയിലെ മുഖ്യമന്ത്രി ആരാണ്? ഹരിയാനയിലെ മുഖ്യമന്ത്രിയാണ് നായബ് സിംഗ് സൈനി. നായബ് സിംഗ് സൈനി എന്ന് പറയുന്നത് ഹരിയാനയിലെ മുഖ്യമന്ത്രിയാണ്. അടുത്ത ചോദ്യം നോക്കാം. 35ാമത്തെ ചോദ്യം, എതിര് ആരുടെ ആത്മകഥയാണ്? എതിര് എന്നത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ബെർലിൻ കുഞ്ഞനന്ദൻ, ഓപ്ഷൻ ബി എം കുഞ്ഞാമൻ, ഓപ്ഷൻ സി ഓംശേരി NN പിള്ള, ഓപ്ഷൻ ഡി ഫാത്തിമ ബീവി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, എം കുഞ്ഞാമൻ. എം കുഞ്ഞാമന്റെ ആത്മകഥയാണ് എന്ന് പറയുന്നത് എതിര് എന്ന് പറയുന്നത്. എന്നാൽ പൊളിച്ചെഴുത്ത് എന്ന ആത്മകഥ ആരുടേതാണ്? ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. പൊളിച്ചെഴുത്ത് എന്ന ആത്മകഥ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടേതാണ്.
ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമാണ് ഇത് നീതിയുടെ ധീരസഞ്ചാരം. എഴുതിയതാരാണ്? KT അഷ്റഫ്. അടുത്ത ചോദ്യം 36ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ വസ്തുതകൾ ഏവ? താഴെ പറയുന്നവയിൽ ശരിയായ വസ്തുതകൾ ഏവ? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായ വസ്തുതകൾ ഏവ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, റബ്ബർ ബോർഡ് 75ാമത് വാർഷികം 2023 ഏപ്രിലിൽ ആചരിച്ചു. റബ്ബർ ബോർഡിന്റെ 75ാമത് വാർഷികം 2023 ഏപ്രിലിൽ ആചരിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 1947 ഏപ്രിൽ 18 സർക്കാർ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ട് പാസാക്കി. 1947 ഏപ്രിൽ 18 സർക്കാർ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ട് പാസാക്കി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയമാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, 1955 റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 2, 4, ഓപ്ഷൻ സി 1, 3, 4, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം. റബ്ബർ ബോർഡിന്റെ 75ാമത് വാർഷികം 2023 ഏപ്രിലാണ് ആചരിച്ചത്, ശരിയാണ്. 1947 ഏപ്രിൽ 18 സർക്കാർ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ട് പാസാക്കി, ശരിയാണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയമാണ്, അതും ശരിയാണ്. പിന്നെ 1955 റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്, അതും ശരിയാണ്. ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. 37ാമത്തെ ചോദ്യം, മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് ആരുടെ പുസ്തകം? മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് ആരുടെ പുസ്തകം? ഓപ്ഷൻ എ പരകാല പ്രഭാകർ, ഓപ്ഷൻ ബി അമർത്യ സെൻ, ഓപ്ഷൻ സി അമിതാഭ് കാന്ത്, ഓപ്ഷൻ ഡി അരുന്ധതി റോയ്. ഉത്തരം ഓപ്ഷൻ സി അമിതാഭ് കാന്ത്. അമിതാഭ് കാന്തിന്റെ പുസ്തകമാണ് മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് ബ്രാൻഡിംഗ് ഇന്ത്യ ആൻഡ് ഇൻക്രെഡിബിൾ സ്റ്റോറി. ബ്രാൻഡിംഗ് ഇന്ത്യ ആൻഡ് ഇൻക്രെഡിബിൾ സ്റ്റോറി എന്നതും അമിതാഭ് കാന്തിന്റെ മറ്റൊരു പുസ്തകമാണ്. നമ്മൾ ഇതിനു മുമ്പേ അമിതാഭ് കാന്തിനെ എവിടെയാണ് കേട്ടിട്ടുള്ളത്? നീതി ആയോഗിന്റെ മുൻ CEO ആയിരുന്നു പറയുന്നത് അമിതാഭ് കാന്ത്. നീതി ആയോഗിന്റെ മുൻ CEO ആയിരുന്നു അമിതാഭ് കാന്ത്. അത് കൂടാതെ 2023 G20 ഷെർപ്പ ആയിരുന്നതും ആര് തന്നെയാണ്? അമിതാഭ് കാന്ത് തന്നെയാണ്. ഇനി ഓപ്ഷനിൽ പരകാല പ്രഭാകർ ഉണ്ട്. അദ്ദേഹം എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ദ ക്രൂക്ക്ഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ. ദ ക്രൂക്ക്ഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ. ദ ക്രൂക്ക്ഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ എന്നത് പരകാല പ്രഭാകറിന്റെ പുസ്തകമാണ്. ദ ക്രൂക്ക്ഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ. അടുത്ത അമർത്യ സെൻ. ഓപ്ഷനിൽ അമർത്യ സെൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം PSCക്ക് ചോദിച്ചിട്ടുള്ള ഏതാണ്? ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം. ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം. അത് കൂടാതെ പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന പുസ്തകം ആരുടേതാണ്? അമർത്യ സെന്നിന്റേതാണ്. അരുന്ധതി റോയ് നമുക്കറിയാം. അരുന്ധതി റോയുടെ പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നത്. അടുത്ത 38ാമത്തെ ചോദ്യം, ഡോക്ടർ BR അംബേദ്കറിന്റെ പേരിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം? ഡോക്ടർ BR അംബേദ്കറിന്റെ പേരിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം? ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. BR അംബേദ്കറിന്റെ പേരിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ തെലങ്കാന. തെലങ്കാനയിലാണ്, അല്ലെങ്കിൽ തെലങ്കാനയിലെ സെക്രട്ടേറിയറ്റിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഡോക്ടർ BR അംബേദ്കർ. എന്നാൽ ഈ ഇടയ്ക്ക് BR അംബേദ്കറിന്റെ പ്രതിമ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? 2024 ജനുവരി 20 BR അംബേദ്കറിന്റെ പ്രതിമ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഉദ്ഘാടനം ചെയ്തത് എവിടെയെന്ന് ചോദിച്ചാൽ അത് വിജയവാഡയിലാണ്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് 2024 ജനുവരി 20 ഡോക്ടർ BR അംബേദ്കറിന്റെ പ്രതിമ എന്ത് ചെയ്തത്? അനാച്ഛാദനം ചെയ്തത്. ആ പ്രതിമ അറിയപ്പെടുന്ന പേരാണ് സാമൂഹിക നീതി പ്രതിമ. സാമൂഹിക നീതി പ്രതിമ. ഈ പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് 125 അടിയാണ്. 125 അടി. ശില്പി എന്ന് പറയുന്നത് RV സുധർ തന്നെയാണ്. ഈ 125 അടി എന്ന് പറയുന്നത് പ്രതിമയുടെ മാത്രം ഉയരമാണ്. അതിന്റെ പീഠം കൂടി ചേർത്ത് വരുമ്പോൾ 81 അടിയാണ്. അങ്ങനെ ടോട്ടലി 206 അടിയാണ് ഈ ശില്പത്തിന്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പൊ 2024 ജനുവരി 20
ആന്ധ്രയിലെ വിജയവാഡയിൽ അവിടുത്തെ ആന്ധ്രയിലെ മുഖ്യമന്ത്രിയായ YS ജഗ്മോഹൻ റെഡ്ഡിയാണ് BR അംബേദ്കറിന്റെ പ്രതിമ എന്തെന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. സാമൂഹിക നീതി പ്രതിമ എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ ഡോക്ടർ BR അംബേദ്കറിന്റെ പ്രതിമയാണ്. അടുത്ത ചോദ്യം നോക്കാം. 39ാമത്തെ ചോദ്യം. കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്ക് പാഠങ്ങൾ കേട്ട് പഠിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്ക് പാഠങ്ങൾ കേട്ട് പഠിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ നേർവഴി പദ്ധതി, ഓപ്ഷൻ ബി ശ്രുതി പാഠം പദ്ധതി, ഓപ്ഷൻ സി വിദ്യാജ്യോതി, ഓപ്ഷൻ ഡി വിദ്യാകിരണം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശ്രുതി പാഠം പദ്ധതി. കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്ക് പാഠങ്ങൾ കേട്ട് പഠിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതി പാഠം പദ്ധതി. അല്ല, ഓപ്ഷൻ എ ഉണ്ട് നേർവഴി പദ്ധതി. നേർവഴി പദ്ധതി എന്താണ്? ജയിൽവാസം കഴിഞ്ഞ് വരുന്നവർക്കുള്ള പുനരധിവാസ പദ്ധതിയാണ് നേർവഴി പദ്ധതി എന്ന് പറയുന്നത്. ഇനി വിദ്യാജ്യോതി പദ്ധതി ഉണ്ട്. ഇതാണ് ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് വിദ്യാജ്യോതി എന്ന് പറയുന്നത്. അതായത് ഭിന്നശേഷി കുട്ടികളെ ഇതാണ് സാമൂഹികപരമായും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഉയർച്ചയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാജ്യോതി. ഇനി വിദ്യാകിരണം എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം പദ്ധതി. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് ധനസഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 40ാമത്തെ ചോദ്യം. മോഖ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മോഖ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന 2023 മെയ്യിലാണ് വീശിയത്. 2023 മെയ്യിലാണ് വീശിയത്. രണ്ടാമത്തെ പ്രസ്താവന അറബിക്കടലിലാണ് രൂപം കൊണ്ടത്. അറബിക്കടലിലാണ് രൂപം കൊണ്ടത്. മൂന്നാമത്തെ പ്രസ്താവന പേര് നൽകിയത് യമൻ. പേര് നൽകിയത് യമൻ. നാലാമത്തെ പ്രസ്താവന ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് മ്യാൻമാറിലാണ്. ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് മ്യാൻമാറിലാണ്. ഇതില് മോഖ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1, 3, 4. അതായത് മോഖ ചുഴലിക്കാറ്റ് 2023 മെയ്യിലാണ് വീശിയത്. പേര് നൽകിയത് യമനാണ്. ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് മ്യാൻമാറിലാണ്. ഇത് 3മാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റിയത്. അറബിക്കടലിലല്ല, ബംഗാൾ ഉൾക്കടലിലാണ് മോഖ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. ബംഗാൾ ഉൾക്കടലിലാണ് മോഖ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. അടുത്ത ചോദ്യം 41ാമത്തെ ചോദ്യം. 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ച ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ച ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള അവാർഡ് നേടിയത് RRRലെ നാട്ടു നാട്ടു. രണ്ടാമത്തേത് മികച്ച ചിത്രം ഓപ്പൺ ഹെയ്മർ. 3 മികച്ച നടൻ കിലിയൻ മർഫി. 4 മികച്ച നടി കാറ്റ് ബ്ലാഞ്ചറ്റ്. ഇതിൽ 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ച ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് രണ്ടാമത്തെ പ്രസ്താവന എങ്ങനെയാണ്? മികച്ച ചിത്രം എന്ന് പറയുന്നത് ഓപ്പൺ ഹെയ്മർ ആണ്, ശരിയാണ്. മികച്ച ചിത്രം ഓപ്പൺ ഹെയ്മർ ആണ്. മികച്ച നടൻ എന്ന് പറയുന്നത് കിലിയൻ മർഫിയാണ്, അതും ശരിയാണ്. ബാക്കി നമുക്ക് നോക്കാം. തെറ്റായ പ്രസ്താവന 1ഉം 4ഉം ആയിരുന്നു. ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ്? മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള അവാർഡ് നേടിയത് RRRലെ നാട്ടു നാട്ടു ആണ്, അത് തെറ്റാണ്. മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം കിട്ടിയ സോങ് എന്ന് പറയുന്നത് വാട്ട് വാസ് ഐ മേഡ് ഫോർ. വാട്ട് വാസ് ഐ മേഡ് ഫോർ എന്ന പാട്ടിനാണ് മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം ലഭിച്ചത്. ബാർബി എന്ന് പറയുന്ന സിനിമയിലെ സോങ് ആണ്, പാട്ടാണ് ഈ പറഞ്ഞ വാട്ട് വാസ് ഐ മേഡ് ഫോർ എന്ന് പറയുന്നത്. ഇനി മികച്ച നടി എന്ന് പറയുന്നത് കാറ്റ് ബ്ലാഞ്ചറ്റ് ആണ് തന്നിട്ടുള്ളത്, അത് തെറ്റാണ്. മികച്ച നടി ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ്. ലില്ലി ഗ്ലാഡ്സ്റ്റോൺ. ലില്ലി ഗ്ലാഡ്സ്റ്റോൺ. ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടൻ എന്ന് പറയുന്നത് കിലിയൻ മർഫി തന്നെയാണ്. അദ്ദേഹത്തിന്
എന്താണ് ഓപ്പൺ ഹെയ്മർ എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് തന്നെയാണ് കിലിയൻ മർഫിക്ക് എന്ത് കിട്ടുന്നത്? മികച്ച നടനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിക്കുന്നത്. ഇനി ഓപ്പൺ ഹെയ്മർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ നോളൻ ആണ്. ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൺ ഹെയ്മർ എന്ന് പറയുന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ നോളൻ ആണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചതും ആർക്ക് തന്നെയാണ്? ക്രിസ്റ്റഫർ നോളന് തന്നെയാണ് ഓപ്പൺ ഹെയ്മർ എന്ന സിനിമയ്ക്ക്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് 2024 ജനുവരിയിൽ എന്ത് ചെയ്തത്? പ്രഖ്യാപിച്ചത്. അപ്പോൾ ഒന്നുകൂടി എന്താണ് ശരിയായ പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം. മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ച ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് വാട്ട് വാസ് ഐ മേഡ് ഫോർ, ബാർബി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. മികച്ച ചിത്രം ഓപ്പൺ ഹെയ്മർ ആണ്. മികച്ച നടൻ കിലിയൻ മർഫി, ഓപ്പൺ ഹെയ്മർ എന്ന് പറയുന്ന ചിത്രത്തിന് തന്നെയാണ് കിട്ടിയത്. മികച്ച നടി എന്ന് പറയുന്നത് ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ്. മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ക്രിസ്റ്റഫർ നോളൻ തന്നെയാണ്. ഓപ്പൺ ഹെയ്മർ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായ ക്രിസ്റ്റഫർ നോളന് തന്നെയാണ് മികച്ച സംവിധായകനുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 42ാമത്തെ ചോദ്യം. നോവ കഖോവ്ക ഡാം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ഇസ്രായേൽ, ഓപ്ഷൻ സി ഉക്രൈൻ, ഓപ്ഷൻ ഡി ചൈന. ഉത്തരം ഓപ്ഷൻ സി ഉക്രൈൻ ആണ്. ഉക്രൈനിൽ സ്ഥിതി ചെയ്യുന്ന ഡാം ആണ് ഇതെന്ന് പറയുന്നത് നോവ കഖോവ്ക ഡാം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 43ാമത്തെ ചോദ്യം. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് 2023 ജൂലൈയിൽ അന്തരിച്ചു. രണ്ടാമത്തെ പ്രസ്താവന യഥാർത്ഥ നാമം PN വാസുദേവൻ നമ്പൂതിരി. മൂന്നാമത്തെ പ്രസ്താവന ആത്മകഥ രേഖകൾ. ഇതിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ആർട്ടിസ്റ്റ് നമ്പൂതിരി 2023 ജൂലൈയിലാണ് അന്തരിച്ചത്, ശരിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് രേഖകൾ, അതും ശരിയാണ്. യഥാർത്ഥ നാമമാണ് തെറ്റിച്ചു തന്നിരിക്കുന്നത്. PN വാസുദേവൻ നമ്പൂതിരി എന്നാണ് തന്നിരിക്കുന്നത്, അത് തെറ്റാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം KM വാസുദേവൻ നമ്പൂതിരിയാണ്. KM വാസുദേവൻ നമ്പൂതിരി. KM വാസുദേവൻ നമ്പൂതിരി എന്നതാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. വരയുടെ പരമശിവൻ എന്ന് KM വാസുദേവൻ നമ്പൂതിരി അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് VKN ആണ്. ചെറുകഥാകൃത്തായ നോവലിസ്റ്റായ VKN, വടക്കേ കുട്ടാല നാരായണൻകുട്ടി നായർ. VKN ആണ് വരയുടെ പരമശിവൻ എന്ന് ആരെ വിശേഷിപ്പിച്ചത്? ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 44ാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര വർഷങ്ങൾ, വിഷയങ്ങൾ ഇവയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അന്താരാഷ്ട്ര വർഷങ്ങൾ, വിഷയങ്ങൾ ഇവയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തേത് 2025 ഹിമാനികളുടെ വർഷം. അടുത്ത രണ്ടാമത്തേത് 2024 ചെറുധാന്യ വർഷം. 3 2023 ഒട്ടക വർഷം. 4 2021 അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം. ഇതിൽ തെറ്റായത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ 2, 4 തെറ്റ്, ഓപ്ഷൻ ബി 1, 3, 4 തെറ്റ്, ഓപ്ഷൻ സി 2, 3 തെറ്റ്, ഓപ്ഷൻ ഡി 2 മാത്രം തെറ്റ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3 തെറ്റാണ്. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ തെറ്റാണ്. 2024 ചെറുധാന്യ വർഷം എന്ന് തന്നിട്ടുണ്ട്, തെറ്റാണ്. ചെറുധാന്യ വർഷമായിട്ട് UN ആചരിച്ചത് 2023 ആണ്. ഇനി 2024 ആണ് ഏത്? ഒട്ടക വർഷം എന്ന് പറയുന്നത്. അത് രണ്ടുമാണ് തിരിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ 2023 ചെറുധാന്യ വർഷം, 2024 ഒട്ടക വർഷം, 2025 ഹിമാനികളുടെ വർഷം ശരിയാണ്. അടുത്ത ചോദ്യം 45ാമത്തെ ചോദ്യം. ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി. ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി. ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ കമ്പാല. കമ്പാല എന്ന് പറയുന്നത് ഉഗാണ്ടയിലാണ്. ഓപ്ഷൻ ബി ബാക്കു അസർബൈജാൻ. ഓപ്ഷൻ സി വെനിസ്വല. ഓപ്ഷൻ ഡി ടെഹ്റാൻ. ടെഹ്റാൻ എന്ന് പറയുന്നത് ഇറാനിലാണ്. ഇതില് ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, കമ്പാല. ഉഗാണ്ടയിലെ കമ്പാലയിലാണ് 19ാമത് ഉച്ചകോടി, ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ബി ഉണ്ട്, ബാക്കു അസർബൈജാൻ. അതെന്തിന്റെ വേദിയാണ്?
COP29 വേദിയാണ് ഇതെന്ന് പറയുന്നത് ബാക്കു, അസർബൈജാൻ. കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി, 29ാമത് കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ബാക്കു ആണ്, അത് അസർബൈജാനിലാണ്. അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യം, പാർലമെന്റ് മന്ദിരം സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? പാർലമെന്റ് മന്ദിരത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? 3 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 18-നാണ്. രണ്ടാമത്തെ പ്രസ്താവന, സെൻട്രൽ വിസ്ത പാർലമെന്റുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ പ്രസ്താവന, 75 രൂപ നാണയത്തിൽ പാർലമെന്റ് മന്ദിരത്തിന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. ഇതില് പാർലമെന്റ് മന്ദിരത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 3 മാത്രം, ഓപ്ഷൻ സി 1 മാത്രം, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന. പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 18 തന്നിട്ടുണ്ട്, അതാണ് തെറ്റിച്ച് തന്നിട്ടുള്ളത്. ഉത്തരം എന്താണ്? 2023 മെയ് 28-നാണ് പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രോജക്റ്റ് അറിയപ്പെടുന്ന പേരാണ് ഇത്, സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് നമുക്കറിയാം. ഇനി 75 രൂപ നാണയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പുതിയ പാർലമെന്റ് മന്ദിരമാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? ത്രികോണാകൃതിയാണ്. ശില്പി ആരാണ്? ബിമൽ പട്ടേൽ ആണല്ലേ, ബിമൽ ഹസ്മുഖ് പട്ടേൽ ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി എന്ന് പറയുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 888 ആണ്. മൈലിനെ പ്രമേയമാക്കിയാണ് ഈ ലോക്സഭാ ഹാള് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 384 ആണ്. 384 താമരയെ പ്രമേയമാക്കിയാണ് രാജ്യസഭാ ഹാള് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 47ാമത്തെ ചോദ്യം, സൈനിക അഭ്യാസങ്ങളും രാജ്യങ്ങളും തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? സൈനിക അഭ്യാസങ്ങളും രാജ്യങ്ങളുമാണ് തന്നിട്ടുള്ളത്, അതിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വരുണ എന്ന് പറയുന്നത് ഇന്ത്യ ഫ്രാൻസ് സൈനിക അഭ്യാസം എന്നാണ്. ഓപ്ഷൻ ബി വീർ ഗാർഡിയൻ ഇന്ത്യ ജപ്പാൻ. ഓപ്ഷൻ സി സമുദ്രശക്തി ഇന്ത്യ മാലിദ്വീപ്. ഓപ്ഷൻ ഡി സൂര്യകിരൺ ഇന്ത്യ നേപ്പാൾ. ഇതിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, സമുദ്രശക്തി ഇന്ത്യ മാലിദ്വീപ് സൈനിക അഭ്യാസം എന്നാണ് തന്നിരിക്കുന്നത്, അത് തെറ്റാണ്. ഇന്ത്യ ഇന്തോനേഷ്യ സൈനിക അഭ്യാസമാണ് സമുദ്രശക്തി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം 48ാമത്തെ ചോദ്യം, ഖർച്ചി പൂജ എന്ന ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ഖർച്ചി പൂജ എന്ന ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി ത്രിപുര, ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ ഡി തെലങ്കാന. ഉത്തരം ഓപ്ഷൻ ബി ത്രിപുര. ത്രിപുരയിലാണ് ഖർച്ചി പൂജ എന്ന ഉത്സവം എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. എന്നാൽ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? നാഗാലാൻഡിലാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡിലാണ്. എന്നാൽ ഈ ഇടയ്ക്ക് ത്രിപുരയും ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആഘോഷിച്ചിട്ടുണ്ട്. ഇനി ബതുക്കമ്മ എന്ന ഉത്സവം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കർണാടകയിലാണ്. ബതുക്കമ്മ എന്ന ഉത്സവം നടക്കുന്നത് തെലങ്കാനയിലാണ്. ഇനി പശ്ചിമ ബംഗാളിൽ നിന്ന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഉത്സവം ഏതെന്ന് ചോദിച്ചാൽ അത് ദുർഗാ പൂജയാണ്. പശ്ചിമ ബംഗാളിൽ നിന്ന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കലാരൂപമല്ല ഉത്സവം എന്ന് പറയുന്നത് ഏതാണ്? ദുർഗാ പൂജയാണ്. അടുത്ത ചോദ്യം നോക്കാം. 49ാമത്തെ ചോദ്യം, 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, ജൂറി ചെയർമാൻ ഗൗതം ഘോഷാണ്. ജൂറി ചെയർമാൻ ഗൗതം ഘോഷ്. രണ്ടാമത്തെ പ്രസ്താവന, മികച്ച ചിത്രം നൻപകൽ നേരത്ത് മയക്കം. മികച്ച ചിത്രം നൻപകൽ നേരത്ത് മയക്കം. മൂന്നാമത്തെ പ്രസ്താവന, മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. നാലാമത്തെ പ്രസ്താവന, മികച്ച നടി വിൻസി അലോഷ്യസ്. മികച്ച നടി വിൻസി അലോഷ്യസ്. ഇതില് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ 1, 2, 3. ഓപ്ഷൻ ബി 1, 2, 4. ഓപ്ഷൻ സി 1 മാത്രം ശരി. ഓപ്ഷൻ ഡി എല്ലാം ശരി. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4 ശരിയായിട്ടുള്ളത്. 1, 2, 4 ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ്? 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാൻ എന്ന് പറയുന്നത് ഗൗതം ഘോഷാണ്. ശരിയാണ്.
അടുത്ത മികച്ച ചിത്രം നൻപകൽ നേരത്തു മയക്കം, അതും ശരിയാണ്. മികച്ച നടി എന്ന് പറയുന്നത് വിൻസി അലോഷ്യസ് ആണ്, അതും ശരിയായ പ്രസ്താവനയാണ്. തെറ്റിച്ചു തന്നിരുന്നത് മൂന്നാമത്തെ പ്രസ്താവനയായിരുന്നു. മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി, അത് തെറ്റാണ്. മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മഹേഷ് നാരായണനാണ്. മഹേഷ് നാരായണൻ, അറിയിപ്പ് എന്ന സിനിമയ്ക്കാണ് മഹേഷ് നാരായണന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. നൻപകൽ നേരത്തു മയക്കം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. നൻപകൽ നേരത്തു മയക്കം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് തന്നെയാണ്? മമ്മൂട്ടിയാണ്. മികച്ച നടൻ മമ്മൂട്ടിയാണ്. വിൻസി അലോഷ്യസിന് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം രേഖയാണ്. രേഖ എന്ന ചിത്രത്തിനാണ് വിൻസി അലോഷ്യസ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, 50ാമത്തെ ചോദ്യം. മനോഹർ പരീക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മനോഹർ പരീക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി ഗോവ, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ഉത്തരം ഓപ്ഷൻ ബി ഗോവ. മനോഹർ പരീക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ഗുജറാത്തിലെ വിമാനത്താവളം നമുക്കറിയാം, സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അതേപോലെ കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പൊ നമ്മൾ കറണ്ട് അഫയറിന്റെ ബാക്കി 25 ചോദ്യങ്ങളാണ് ഇന്ന് നോക്കിയത്. ഇത് ടെസ്റ്റ് പേപ്പർ മോഡലിലാണ് നടത്തിയത്. നിങ്ങൾ ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. താങ്ക് യു.